എല്ലാവരും മ്യൂസിയങ്ങളിലൊക്കെ പോയി കാണും അല്ലേ? പക്ഷേ ഒരു ആയുർവേദ മ്യൂസിയം അത് വളരെ റയറാണല്ലേ? അതെ, അങ്ങനെ ഒരു ആയുർവേദ മ്യൂസിയത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിലുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിലാണ് ഈ മ്യൂസിയം ഉള്ളത്. വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. അതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ പറയപ്പെടുന്നത് വേൾഡിലെ തന്നെ ഫസ്റ്റ് ആയുർവേദിക് മ്യൂസിയം എന്നാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രി തന്നെ നമുക്ക് കാണുന്ന ആ ബിൽഡിങ്. ഒരു പഴയ തറവാടിൻ്റെ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇനാഗ്രേഷൻ ഡിസംബർ 2013 ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു തുളസിത്തറയും ശങ്കരാചാര്യരുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ എൻട്രി പോയിന്റ്. ഇതിൻ്റെ അകത്താണ് മ്യൂസിയം അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിയത്തിലെ എൻട്രൻസിന് മുമ്പായിട്ട് നമുക്ക് ഒരു സ്ലൈഡ് ഷോ അവിടെ കാണാൻ വേണ്ടി ആണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ നമുക്ക് ചെല്ലുമ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് അറിയാൻ വേണ്ടി അതിൻ്റെ കഥകളും എല്ലാം വെച്ചിട്ട് ഒരു മിനി തിയേറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് കണ്ടിട്ടാണ് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കയറുന്നത്. ഇതാണ് തിയേറ്റർ ഹാൾ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഫുൾ സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലത്. അപ്പോൾ അവിടെ ഒരു ഏകദേശം 30 to 45 മിനിറ്റ്സ് ഒരു വീഡിയോ ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം നമുക്ക് അറിയാം. അവിടുന്ന് ഒരു ബ്രോഷറും കിട്ടി ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെയൊക്കെ. ശരിക്കും ആയുർവേദിക് സ്റ്റുഡൻസിനൊക്കെ വന്ന് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഒറിജിനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയൊരു സ്പേസാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കിവിടെ ഒരു സരസ്വതി മണ്ഡപം കാണാം. ചെറിയൊരു സ്റ്റേജ് പോലെ പെർഫോമൻസസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. നല്ലൊരു ലോണും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബുദ്ധൻ്റെ ഒരു പ്രതിമയും ചെയ്തിട്ടുണ്ട്. ഗൗതം ബുദ്ധൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം എല്ലാം ഒരു പഴയ സ്റ്റൈലിൽ അതിൻ്റേതായ തനിമയോടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ ധന്വന്തരിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ലോർഡ് ധന്വന്തരി. ഇപ്പം ആയുർവേദത്തിൻ്റെ ഒരു ഗോഡായിട്ടാണ് നമ്മൾ ധന്വന്തരിയെ പറയുന്നത്. ക്യാമറ നമുക്ക് ഇവിടം വരെ അലൗഡുള്ളൂ. അകത്തേക്ക് നമുക്കത് വന്ന് തന്നെ കാണണം. കാരണം ഇഷ്ടം പോലെ ഡെമോൺസ്ട്രേഷൻസും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. വീഡിയോയിൽ കാണിച്ച് നമുക്കതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ അലൗഡ് അല്ലാത്തത്. ആൻഡ് ഇവിടെ ഒരു മരുന്ന് പെട്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ മരുന്നൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടിയാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ ഉള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എക്സിറ്റിലേക്ക് എത്തി. അകത്ത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ശരിക്കും ആയുർവേദത്തിൻ്റെ ഒറിജിൻ തൊട്ട് ഇപ്പോൾ ഉള്ള ആയുർവേദത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ചികിത്സാ രീതികളും ഓരോ രോഗത്തിനും എങ്ങനെയാണ് പണ്ടുള്ള ആൾക്കാർ ചികിത്സിച്ചില്ലെന്ന് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം അറിയാൻ വേണ്ടിയുള്ളൊരു സ്പേസ് കൂടിയാണത്. കൂടാതെ 3D ഡിസ്പ്ലേസും ഉണ്ട്. അപ്പോൾ നമുക്ക് 3D കണ്ണാടി വെച്ചിട്ട് ആ ഫോട്ടോസ്, പണ്ടത്തെ ഫോട്ടോസൊക്കെ ക്ലിയറായിട്ട് നല്ലോണം കാണാൻ പറ്റും. ഇവിടെ വരുമ്പം ഒരു ആചാര്യഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് പണ്ടത്തെ തറവാട് തന്നെയാണ് അവർ റിനോവേറ്റ് ചെയ്തിട്ട് ആചാര്യഗ്രഹം എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെയും അകത്ത് വീഡിയോ അലൗഡ് അല്ലാതെ കാരണം നമുക്ക് അകത്തേക്ക് കാണാൻ പറ്റില്ല. അവിടെയും ചെറിയൊരു മ്യൂസിയം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പം ഇവിടെ കുറേ ആയുർവേദിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഓരോ നാളുകാർക്കും ഓരോ പ്ലാന്റ് അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക.
ഇവിടെ ക്യാൻറ്റീനും ഉണ്ട്, ഇവരുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇവരുടെ ക്യാൻറ്റീൻ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത്. ഇനി ഇവരുടെ തന്നെ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഓഫീസും ആൻഡ് ഫാക്ടറിയും എല്ലാം ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പം ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കോർപ്പറേറ്റ് ഓഫീസ്. ഇത് ഇവരുടെ ഫാക്ടറിയാണ്, മരുന്നും എല്ലാം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇവിടെ ഇവരുടെ ഡയറക്റ്റ് ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോൾ ഏതായാലും വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് മരുന്നൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു കർപ്പൂര തൈലമൊക്കെ വാങ്ങിച്ചു. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസും ഉണ്ട്.